ഹേയ് പരീസ് ഇന്ന് രാവിലെ ആയി കേട്ടോ. എല്ലാവരും ഒരുങ്ങിയെടുത്ത് ഞാൻ ഏതോ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ച് ഇവരൊക്കെ അതാ റെഡി ആയിട്ടൊക്കെ വന്നിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഇനി ഫുഡ് കഴിക്കണ്ടേ, കുറേ സമയമായി. ഇപ്പം നമ്മളിങ്ങനെ ഹോട്ടൽ തേടി ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഫ്രണ്ടിൽ നടക്കുന്ന ടീച്ചറാണ് കേട്ടോ. ഞങ്ങളുടെ കുറച്ച് പേര് ഫ്രണ്ടിലും ഉണ്ട്, കുറച്ച് പേര് ബാക്കിലും ഉണ്ട്. ചുമ്മാ ഓരോന്നും കൂടെ പുറകെയൊക്കെ നടക്കും ക്യാമറയിലൊന്ന് പോസ്റ്റ് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയപ്പോഴത്തേക്കും ഒരു ഹോട്ടൽ കിട്ടി. ഞങ്ങൾ കുറച്ച് പേര് ഈ ഹോട്ടലിനകത്ത് കയറി. ബാക്കിയുള്ളവരെ ഞങ്ങളെല്ലാവരും അടിച്ച് പുറത്താക്കിയില്ല, സ്ഥലമില്ലാത്തതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കിട്ടി വെച്ചു. നല്ല ചൂട് നെയ് റോസ്റ്റായിട്ട് കേട്ടോ, ഒരു രക്ഷയില്ല, ഫ്രഷ്. ഒരു ഫോട്ടോ എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ സമയമായപ്പോഴത്തേക്ക് കോൺഫറൻസ് തുടങ്ങി. പക്ക തമിഴാണ്. പിന്നെ അയ്യോ ഉറക്കം പിന്നെ പറയണ്ട. അവസാനം ഉച്ചയായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അസല് ബിരിയാണി കിട്ടി. കൊള്ളാം, നല്ല ബിരിയാണി. ഞങ്ങൾ വിചാരിച്ചു അങ്ങ് അറ്റത്തെ ബിരിയാണിയൊക്കെ എല്ലാം ഒരു വകയ്ക്കും കൊള്ളത്തിലാണ്. പക്ഷേ ഞങ്ങളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. പിന്നെ മധുര മീനാക്ഷി ടെമ്പിളിൽ വൈകുന്നേരം എല്ലാം കഴിഞ്ഞപ്പോൾ പോയി. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തൊട്ടടുത്തുള്ള തപ്പക്കുളം ബ്രിഡ്ജിൽ പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ ഫുൾ സെറ്റായപ്പോൾ വേറൊരു കാര്യം കൂടെ കേട്ടോ. ഓട്ടോയിൽ 15 പേര്, ഒരു ഓട്ടോയിൽ 15 പേര്. ഒന്ന് വിചാരിച്ച് നോക്കണേ നിങ്ങൾ. ദൈവമേ, ഒരു രക്ഷയില്ല എന്നത്. ഒന്നൊന്നര മെമ്മറിയാണ്. പിന്നെ തപ്പക്കുളത്ത് പോയി ചെന്ന് വഴിയോരത്ത് പോയി ചെന്ന് ഒരുമാതിരി അലവലാതി പിള്ളേരെ പോലെ, ഒരു രക്ഷയില്ല. അതും DJ പാട്ടുകൾ വിട്ട് കയ്യിൽ ബോക്സും കൊണ്ട് നടന്ന് വഴിയോരത്ത് ഇങ്ങനെ പാടി നടക്കുക. പിന്നെ ഞങ്ങളെല്ലാവരും സെറ്റ് ആൾക്കാരാണ് കേട്ടോ. നല്ല വൈബുള്ള പിള്ളേരാണ് ഞങ്ങൾ. നന്നായിട്ട് പാടി നടന്ന് കുറേ വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾക്ക് ഒരു വകയ്ക്ക് ഞങ്ങൾക്ക് അറിയത്തില്ല എന്താണെന്ന് ഞങ്ങൾ കാണിക്കുന്നത്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാം, അവസാനം അതെടുത്ത് പോസ്റ്റ് ഇടുക, റീലിടുക, ഒരു രക്ഷയില്ല. പിന്നെ ബസ്സിൻ്റെ അകത്ത് കിടന്ന് കുറച്ച് ആട്ടവും ചാട്ടവും ഒക്കെ അല്ലേ, അത് വേറെ ആയത്. പിന്നെ ബസ്സിൻ്റെ അകത്തൊക്കെ കിടന്ന് ആട്ടവും പാട്ടവും. ബാക്കിയുള്ളവർ കഴിക്കാൻ പോയി, ഞങ്ങൾ നേരത്തെ കഴിച്ചു. ഈ അവസാനത്തെ പിക്ക് കണ്ടോ, HR മെമ്മറി.